നമസ്കാരം. KPCCയെ നയിക്കാൻ വീണ്ടും കെ സുധാകരൻ വന്നിരിക്കുകയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു. പക്ഷേ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞ അവസ്ഥയാണ്. സത്യസന്ധനും ഭാഷാശുദ്ധി കൊണ്ട് അണികളെ ചേർത്ത് നിർത്തുന്നവനും MP ഫണ്ട് ഉപയോഗിച്ച് മണിമാളിക ഉയർത്തുന്നവനും സർവോപരി കള്ളവും കപടവും അഴിമതി തൊട്ടു തീണ്ടാത്തവനുമായതുകൊണ്ട് KPCC പരിസരത്തേക്ക് അടുപ്പിക്കേണ്ട എന്നാണ് പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ആവശ്യം. പണ്ടും കോൺഗ്രസിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ. ഒരു വിഷയത്തിൽ 1000 നിലപാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ തല്ലലും മറ്റതും എല്ലാം ഉണ്ടാവും. അതുപോലെയാണ് സുധാകരൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം. അടുത്ത വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലം തൊടണമെങ്കിൽ നേതൃനിരയിൽ അടിമുടി അഴിച്ചുപണി കൂടിയേ തീരൂ എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നല്ല, KPCCയുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കരുതെന്നാണ് പ്രവർത്തകർ ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സുധാകരൻ്റെ കൈകളിൽ തന്നെ ചിലത് ഭദ്രമാണല്ലോ. കൂടെയുള്ളവരെ തെറി വിളിക്കുക, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരെ ഉന്തിത്തള്ളി BJPയിലേക്ക് വിടുക, സംഘങ്ങൾക്ക് കാവലിരിക്കുക, തനിക്ക് തോന്നിയാൽ BJPയിൽ പോകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക, ഇന്റർനാഷണൽ കുറ്റവാളി മോൺസൺ മൗങ്കലിനൊപ്പം ചേർന്ന് സാമ്പത്തിക തിരിമറി നടത്തുക, MP ഫണ്ട് ഉപയോഗിച്ച് കൊട്ടാരം പണിയുക, എന്തിനേറെ പറയുന്നു KPCC അടിച്ചിറക്കുന്ന ഡയറിയിൽ നിന്ന് വരെ ഫണ്ട് അടിച്ചു മാറ്റുക. ഇങ്ങനെ എടുക്കാൻ സാധിക്കുന്ന സകലമാന ഉടായ്പകളും സ്വന്തമായിട്ടുള്ള ഈ നേതാവിനെ തങ്ങൾക്ക് ഇനിയും സഹിക്കാനാവില്ല എന്നാണ് പ്രവർത്തകരുടെ പക്ഷം. ഇനിയും സുധാകരനുമായി പാർട്ടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷം കൂടി ഗ്രൗണ്ടിന് പുറത്തിരുന്ന് കളി കാണേണ്ടി വരുമെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കെ സുധാകരനെ നീക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ആയപ്പോഴാണ് സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിന്നത്. ഇപ്പോൾ ഇത് സുധാകരന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് ഓരോ അവസ്ഥകളെ. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് പാർട്ടി നീങ്ങുമെന്ന സൂചനയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അടിപതറിയാൽ പിന്നെ കെ സുധാകരൻ്റെ കാര്യം പോക്കാണ്.